64 മുതൽ 204 വരെ മില്ലിമീറ്റർ മഴ പെയ്യുമെന്നായിരുന്നു ഇന്നലെ ഉച്ചക്കുള്ള മുന്നറിയിപ്പ്. എന്നാൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴയുമാണ് ഈ പ്രദേശത്ത് പെയ്തത്. 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ മഴയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ചിലപ്പോഴെങ്കിലും പ്രവചനാതീതമാണ്. അപ്രതീക്ഷിതമായ വൻ മഴയും മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. നാം ഏറെ കാലമായി ജീവിക്കുന്ന പ്രദേശത്ത് മുൻപ് അത്തരം അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം. എന്നാൽ മാറിയ സാഹചര്യത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും പാലിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറെക്കാലമായി താമസിക്കുന്ന ഇടമാണ്, മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ചിന്ത മാറ്റിവെച്ച് മാറി നിന്നാൽ മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാകൂ എന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. ആവശ്യമായ മുൻകരുതലുകളോടെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും നാശനഷ്ടങ്ങൾ പരമാവധി ലഘൂകരിക്കാനുമുള്ള പരിശ്രമം വിട്ടുവീഴ്ച കൂടാതെ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അത് മികച്ച ഫലം നൽകണമെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം അനിവാര്യമാണ്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ കൃത്യമായി പാലിക്കാൻ എല്ലാവരും സന്നദ്ധരാവുക, ഓരോരുത്തരും അതിന് തയ്യാറാവുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഏകദേശം 3 കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും 8 കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 2 ട്രാൻസ്ഫോമർ ഒലിച്ചുപോയി. 3 ട്രാൻസ്ഫോമറുകൾ നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ട്രാൻസ്ഫോമറുകൾ പരിധിയിൽ ആ ട്രാൻസ്ഫോമർ പരിധിയിൽ ലൈനുകൾക്ക് സാരമായ കേടുപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 350ഓളം വീടുകളുടെ സർവീസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വിലയിരുത്തി വരികയാണ്. ദുരന്തബാധിത മേഖലയിലെ 7 ട്രാൻസ്ഫോമർ, അതിനുള്ളിൽ ഏകദേശം 1400 ഉപഭോക്താക്കൾ വരും. ഈ 7 ട്രാൻസ്ഫോമർ ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വൈദ്യുതി വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ്. ക്യാമ്പുകളിലുള്ളവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും കുടിവെള്ളം, ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ അടിയന്തരമായി ലഭ്യമാക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യം, ചെളി, മറ്റ് വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും മലിനജലം കലർന്ന കിണറുകൾ വൃത്തിയാക്കിയെടുക്കുന്നതിനും റോഡുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ സംസ്ഥാനമാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വളരെ അവധാനതയോടുകൂടി ഭീതി പരത്താതെ വിവരങ്ങൾ ജനങ്ങളിലേക്കും
മറ്റ് ബന്ധപ്പെട്ടവരിലേക്കും എത്തിക്കുന്നതിൽ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെയാണ് പ്രവർത്തിച്ചത്. കേരളമൊട്ടാകെ ദുരിതബാധിതർക്കൊപ്പം നിൽക്കേണ്ട ഈ വേളയിൽ മാധ്യമങ്ങൾ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് നല്ല രീതിയാണ്. അതോടൊപ്പം ദുരന്ത മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ സ്വന്തം സുരക്ഷ മുൻനിർത്തി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും അഭ്യർത്ഥിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ നിങ്ങളുടെ ജോലി നിർവഹിക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ.